നിലവിൽ മുഹമ്മദ് അസ്ലം കൂടി വിവരങ്ങൾ നൽകാൻ ചേരുന്നു. അസ്ലം, പ്രളയ സമാനമായ സാഹചര്യമാണ് പലയിടത്തും. ഇടുക്കിയിലും കോട്ടയത്തും മഴ തുടരുകയാണ്. പലയിടത്തും ഉരുൾപൊട്ടലുണ്ടായി, വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു, പലയിടത്തും വീടുകൾ ഇടിഞ്ഞിരിക്കുന്നു, ഒരാളെ കാണാതായിരിക്കുന്നു, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ടോ? എന്തെല്ലാമാണ് പുതിയ വിവരങ്ങൾ? സംസ്ഥാനത്ത് പ്രളയ സമാനമായ സാഹചര്യമാണ് പലയിടത്തും നിലനിൽക്കുന്നത്. ഇടുക്കിയിലും കോട്ടയത്തും കനത്ത മഴ തുടരുന്നു. പലയിടത്തും വീടുകളിൽ വെള്ളം കയറി. മുഹമ്മദ് അസ്ലം പുതിയ വിവരങ്ങൾ നൽകും. അസ്ലം, നിലവിലെ മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? ആളുകൾ എടുക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഭരണകൂടം നൽകുന്നുണ്ടോ? ഇന്നലെ നമുക്കറിയാം ഈ ജില്ലകളിൽ ഓറഞ്ച് ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്ന മുന്നറിയിപ്പ്. അതേപോലെ തന്നെ രാത്രി ശക്തമായ മഴ തുടർന്ന് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് 6 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഇടുക്കി, എറണാകുളം, തൃശ്ശൂര്, വടക്കൻ ജില്ലകളിലാണെങ്കിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, ഈ 6 ജില്ലകളിലായി 9 മണി വരെ 3 മണിക്കൂറത്തെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. 9 മണി വരെ റെഡ് അലർട്ട് ഉണ്ടാവും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ശക്തമായ മഴ എല്ലാ സ്ഥലങ്ങളിലും പെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏറ്റവും പത്തനംതിട്ടയിലെ ലാഹയിലാണ് ഇതുവരെ പുറത്ത് ഏറ്റവും കൂടുതൽ മഴ ചെയ്തിരിക്കുന്നത്. 236 മില്ലിമീറ്ററിന്റെ മഴ പെയ്തതായിട്ടാണ് നമുക്ക് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. വലിയ തോതിലുള്ള റെയിൻഫോൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ടയിലുള്ള വെങ്കുരിയിൽ 195, റാന്നിയിൽ 182, നേരിയമംഗലത്ത് 171. ആ രീതിയിൽ ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലെ, ഇടുക്കി ജില്ലയിലെയും മലയോര മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകളോട് മാറി താമസിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഓറഞ്ച് അലർട്ടുകൾ മാത്രമാണ് ഇന്നലെ രാത്രി